കേരളത്തിൽ പുതിയ UDF സർക്കാർ ക്രീസിലിറങ്ങുമ്പോൾ കോൺഗ്രസിന്റെ പ്ലേയിംഗ് 11 നിശ്ചയിച്ചതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് സമ്പൂർണ്ണ വിജയം. 63 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ 47 പേരുടെ പിന്തുണയുണ്ടായിരുന്ന KC വേണുഗോപാൽ പക്ഷം ആ അണബലം മന്ത്രിസ്ഥാനങ്ങൾ വീതം വെച്ചപ്പോഴും കൃത്യമായി പ്രതിഫലിപ്പിച്ചു. കോൺഗ്രസിന്റെ 11 മന്ത്രിമാരിൽ 9 പേരും വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് എന്നത് അണികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ചുരുക്കത്തിൽ സഭ നയിക്കാൻ ക്യാപ്റ്റനായി VD സതീശൻ മുന്നിലുണ്ടെങ്കിലും ടീം മൊത്തത്തിൽ KC ഗ്രൂപ്പിന്റേതാണ്. എന്നാൽ ഈ അധികാര പങ്കിടലിൽ ഏറ്റവും ശ്രദ്ധേയമായത് വകുപ്പുകളുടെ വിതരണമാണ്. മുഖ്യമന്ത്രിയായി VD സതീശൻ കളമിറയുമ്പോൾ ഭരണത്തിന്റെ താക്കോൽ വകുപ്പുകളായ ആഭ്യന്തരവും ആരോഗ്യവും കൃത്യമായ രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ അമരക്കാരനായ രമേശ് ചെന്നിത്തലയാണ് പുതിയ മന്ത്രിസഭയിലെ ആഭ്യന്തര ക്യാപ്റ്റൻ. പോലീസ് വകുപ്പിന്റെയും ആഭ്യന്തര നയങ്ങളുടെയും പൂർണ്ണ ചുമതല ചെന്നിത്തലയ്ക്ക് നൽകിയതിലൂടെ ഭരണം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിക്കറ്റ് കീപ്പറുടെ റോളാണ് അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി പരസ്യമായ ആഭിമുഖ്യം പുലർത്തുന്ന K മുരളീധരനാണ് പുതിയ മന്ത്രിസഭയിലെ ആരോഗ്യ കാവലാൾ. ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആരോഗ്യവകുപ്പ് മുരളീധരന് ലഭിക്കുന്നത് സതീശൻ പക്ഷത്തിന് വലിയൊരാശ്വാസമാണ്. മികച്ച ഭരണാധികാരി എന്ന പ്രതിച്ഛായയുള്ള മുരളീധരൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സർക്കാരിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. സതീശൻ പക്ഷത്തുനിന്ന് മന്ത്രിസഭയിലെത്തിയ ഏക പ്രമുഖ മുഖവും മുരളീധരൻ തന്നെയാണ്. ഈ രണ്ട് വൻതുരുത്തുകൾ മാറ്റി നിർത്തിയാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും മറ്റ് തന്ത്രങ്ങളെല്ലാം KC വേണുഗോപാലിന്റെ കരുനീക്കങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമായി. മന്ത്രിസഭാ പട്ടികയിൽ ഏറ്റവും അപ്രതീക്ഷിതമായി കടന്നുവന്ന KA തുളസിയും OJ ജനീഷും KCയുടെ താൽപര്യപ്രകാരം മാത്രമാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. പട്ടിക വിഭാഗത്തിനും വനിതകൾക്കും 2 വീതം മന്ത്രിമാർ വേണമെന്ന AICC നിർദ്ദേശം KC തനിക്ക് അനുകൂലമായി തിരിച്ചുവിടുകയായിരുന്നു. രമേശ് ചെന്നിത്തല IC ബാലകൃഷ്ണനായും VP സജീന്ദ്രനായും ശക്തമായി വാദിച്ചെങ്കിലും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യയായ KA തുളസിയെ മന്ത്രിയാക്കാൻ KC ഡൽഹിയിൽ നിന്ന് പിടിമുറുക്കി. ഒടുവിൽ പകുതി കാലാവധി കഴിയുമ്പോൾ തുളസിയെ മാറ്റി ബാലകൃഷ്ണൻ അവസരം നൽകാം എന്ന RIC ഫോർമുലയിലാണ് ചെന്നിത്തലയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വന്നത്. യുവജന പ്രാതിനിധ്യത്തിലും സതീശൻ പക്ഷത്തെ പ്രമുഖനായ VD ബൽറാമിനെ വെട്ടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിനെ KC മന്ത്രിസഭയിലെത്തിച്ചത്. ബൽറാമിനായി സതീശൻ അവസാന നിമിഷം വരെ ആഞ്ഞു ശ്രമിച്ചെങ്കിലും സാമുദായിക പ്രാദേശിക സമവാക്യങ്ങൾ പറഞ്ഞ് ബൽറാമിനായുള്ള പിടിമുറുക്കൽ ഉപേക്ഷിക്കാൻ സതീശൻ നിർബന്ധിതനായി. മുസ്ലിം പ്രാതിനിധ്യത്തിൽ T സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത് എന്നിവരുടെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ VD സതീശൻ ഷാനിമോൾക്കായും ചെന്നിത്തല അൻവർ സാദത്തിനായും നിലകൊണ്ടു. എന്നാൽ വയനാട് ജില്ലയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി ഒതുക്കുകയാണുണ്ടായത്. ഘടകകക്ഷികളിലെ തർക്കങ്ങൾ മൂലമുണ്ടായ താൽക്കാലിക ഒഴിവിലാണ് സതീശന് റോജി M ജോണിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായത്. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള മാണി C കാപ്പന് 2ാം പകുതിയിലെ മന്ത്രിയാകാൻ കഴിയൂ എന്ന സാഹചര്യം വന്നതോടെ ആ ഒഴിവ് റോജിക്കായി സതീശൻ ഉപയോഗപ്പെടുത്തി. സതീശൻ പക്ഷത്തിനാകെ ആശ്വസിക്കാൻ വക നൽകുന്നതും റോജിയുടെ ഈ മന്ത്രിസ്ഥാനം മാത്രമാണ്. അതേസമയം ചാണ്ടിയുമ്മനെ നേതൃത്വം പൂർണ്ണമായി തഴഞ്ഞത് A ഗ്രൂപ്പിനെ നിരാശയാക്കിയിട്ടുണ്ട്. കൂടാതെ ഓർത്തഡോക്സ് വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതായതും ലത്തീൻ സഭയുടെ പ്രാതിനിധ്യം RSPയുടെ ഷിബു ബേബി ജോണിൽ ഒതുങ്ങിയതും വരും ദിവസങ്ങളിൽ സാമുദായിക അതൃപ്തിക്ക് കാരണമായേക്കാം. മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനം നൽകി ഭരണത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തി. മലബാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തിയ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാളെ പോലും മന്ത്രിയാക്കാൻ സാധിക്കാത്തത് പ്രാദേശിക നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മുസ്ലിം ലീഗിലും സമാനമായ രീതിയിൽ കോഴിക്കോടിനെ അവഗണിച്ചതിനെ തുടർന്ന് 2.5 വർഷം കഴിയുമ്പോൾ നിലവിലെ മന്ത്രി അബ്ദുൾ ഗഫൂറിനെ രാജിവെപ്പിച്ച് പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകുമെന്ന ഫോർമുലയിലാണ് ലീഗ് എത്തി നിൽക്കുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വെട്ടിനിരത്തലുകളും വലിയ തന്ത്രങ്ങളും പൂർത്തിയാകുമ്പോൾ ക്യാപ്റ്റൻ സതീശനാണെങ്കിലും കളി നിയന്ത്രിക്കുന്നത് KC ഗ്രൂപ്പ് തന്നെയാണെന്ന് വ്യക്തം.